ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിൽ നിന്നുകൊണ്ടുവന്ന വണ്ടർല ട്രിപ്പാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി ബസ്സിലേക്കാണ്. ആദ്യമേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിലും പിന്നെ ഞങ്ങൾ അതങ്ങ് മാനേജ് ചെയ്ത് അടിച്ചു പൊളിച്ച്. കോളേജിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സൊന്നും പ്രൊവൈഡ് ചെയ്യാഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്കൂൾ ബസ്സിൽ തന്നെയാണ് ടൂറ് പോയത്. ഇതൊന്നും ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തതല്ല കേട്ടോ. കാരണം 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ടൂർ പോകാനായിട്ട് ഭാഗ്യം കിട്ടുന്നത്. അങ്ങനെ ഒരു ലക്കിയസ്റ്റ് ബാച്ചായിട്ട് ഞങ്ങൾ മാറി ഗൈസ്. ഫൈനലി നമ്മൾ നമ്മുടെ വണ്ടർല എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് വണ്ടർലക്കകത്തോട്ട്. പിന്നെ പാർക്കിങ്ങിനായിട്ടുള്ള തെരച്ചിലായിരുന്നു. ലാസ്റ്റ് പാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഫൈനലി ഇതാ ബസ്സിനകത്തൊന്നും പുറത്തോട്ട്. ആക്ച്വലി പിള്ളേരൊക്കെ സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ഞങ്ങൾക്കിങ്ങനെ വെളിയിൽ പോയി എൻജോയ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടുന്നത് തന്നെ ഇതിപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ്. അങ്ങനെ കുറച്ച് ലാഗൊക്കെ അടിച്ചെങ്കിലും ഫൈനലി ടിക്കറ്റ് നമുക്ക് കിട്ടി. അങ്ങനെ കിട്ടിയ ടിക്കറ്റുമായിട്ട് ഇതാകത്തോട്ട് വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റൈഡിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ ആദ്യം പോയതൊരു 3D ഷോ ആണ്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. പിന്നെ കയറിയത് ഈ റൈഡിലാണ്. കീഴി പാറിയൊരു ഐറ്റായിരുന്നത്. പൂച്ചേനെയൊക്കെ മുകളിലോട്ടിട്ടിട്ട് താഴോട്ട് വരുന്നൊരു ഫീലായിരുന്നു. അങ്ങനെ ഓരോ റൈഡായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ ഞങ്ങൾ വേറൊരു 3D ഷോയിലും പോയി. ആക്ച്വലി അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അടുത്ത കിളി പറയായിട്ട് ഇതായിരുന്നു. പോയ കിളി എങ്ങോട്ടാന്ന് പോലും അറിഞ്ഞില്ല. അങ്ങനെ പോയ കിളിയുമായിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാം. നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മൾ ഓരോ ചെറിയ റൈഡിലൊക്കെ കയറി. അങ്ങനെ ലാസ്റ്റ് കയറിയ ഡ്രൈ റൈഡ് ഇതായിരുന്നു. ഈ റൈഡിൽ ഞാൻ 14 ലോകവും കണ്ടു. അമ്മാതിരി ഒരു ഐറ്റായിരുന്നു അത്. പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയലാർ കയറി. അങ്ങനെ നമ്മൾ ഇൻഡസ്ട്രിയലാറിൻ്റെ വണ്ടർഫുൾ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞു. അങ്ങനെ ഇതാ നേരെ നമ്മൾ വാട്ടർ ഗെയിം സ്റ്റാർട്ട് ചെയ്തതാ ഈ റൈറ്റായിരുന്നു. അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ ഓരോ വാട്ടർ ഗെയിമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുകയായിരുന്നു ഗൈസ്. അതുപോലെ തന്നെ ഈ ട്യൂബ് തുഴഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസും വളരെ നല്ലതായിരുന്നു. ഞങ്ങൾ പോയത് വാട്ടർ ഗെയിമിലേക്കായിരുന്നു. അതിനകത്ത് കിടന്ന് ഞങ്ങൾ ഇളകി മറിഞ്ഞു. മാമന്മാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒപ്പം. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത എക്സ്പീരിയൻസ് ആയിരുന്നു റെയിൻ ഡാൻസ്. പുറമേന്ന് നോക്കിയപ്പം സിമ്പിളാണെന്ന് കരുതിയാണ് ഇതിൽ വലിഞ്ഞു കയറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയെ ഇത്രയൊക്കെ പേടിയുണ്ടാകുന്ന ഒരു ഐറ്റാണെന്ന് അപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ എല്ലാ റൈഡിലും കയറി വണ്ടർലയുടെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത്ര മുകളിൽ നിന്നാണ് കേട്ടോ മുമ്പേ ഞാൻ താഴോട്ട് നോക്കിയത്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് വണ്ടർലയോട് ബൈ പറയാൻ സമയമായി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.